നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാത്തിരിപ്പിനൊടുവിൽ റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേ ഭാരതിലെ കോച്ചുകളുടെ എണ്ണവും 20 ഉയർത്തുന്നു. യാത്രക്കാരുടെ എണ്ണം കണക്കിലെടുത്താണ് തീരുമാനം. നേരത്തെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിലെ കോച്ചുകളുടെ എണ്ണവും 20 ഉയർത്തിയിരുന്നു. കോച്ചുകളുടെ എണ്ണം കൂട്ടിയിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ എണ്ണം കൂടിയതോടെയാണ് തീരുമാനം. അതിവേഗ യാത്രയെ കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് സംസ്ഥാനത്ത് 2 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലെയും തിരക്ക്. നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്കിംഗ് ആകുന്നതും വെയിറ്റിംഗ് ലിസ്റ്റ് നിറയുന്നതും പതിവായതോടെയാണ് വന്ദേ ഭാരതുകളിൽ കോച്ചുകളുടെ എണ്ണം ഉയർത്തിയത്. ഘട്ടം ഘട്ടമായി കോച്ചുകളുടെ എണ്ണം ഉയർത്തിയിട്ടും യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായില്ല. ഈ ഘട്ടത്തിലാണ് 2ാം വന്ദേ ഭാരതിന്റെ കോച്ചുകളും 20 ഉയർത്താനുള്ള തീരുമാനം. ഈ വർഷം ജനുവരിയിലായിരുന്നു തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിൽ കോച്ചുകളുടെ എണ്ണം 20 ഉയർത്തിയത്. സീറ്റുകൾ വർദ്ധിപ്പിച്ച ശേഷവും ഹൗസ്ഫുള്ളായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് 2ാം വന്ദേ ഭാരതിലും കോച്ചുകളുടെ എണ്ണം ഉയർത്താനുള്ള തീരുമാനം. 16 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് അധികമായി 4 കോച്ചുകൾ കൂടിയുള്ള 20 കോച്ച് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ 312 സീറ്റുകളാണ് അധികം ലഭിക്കുക. തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരതിൽ നേരത്തെ 8 കോച്ചുകളാണ് ഉണ്ടായിരുന്നത്. 1ാം വന്ദേ ഭാരതിലെ കോച്ചുകളുടെ എണ്ണം 20 ഉയർത്തിയതിന് പിന്നാലെയാണ് മംഗളൂരു വന്ദേ ഭാരതിലെ കോച്ചുകൾ 16 ഉയർത്തിയത്. ഇതാണ് നിലവിൽ 20 വർദ്ധിപ്പിക്കുന്നത്. 2ാം വന്ദേ ഭാരതിലും കോച്ചുകളുടെ എണ്ണം 20 വന്ദേ ഭാരതിൽ ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.